നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് 27-ാം രാവിന്റെ അന്ന് ലൈലത്തുൽ ഖദ്ർ റമളാനിലെ ഏതോ ഒരു ദിവസം അല്ലെങ്കിൽ റമളാനിന്റെ അവസാനത്തെ 21, 23, 25, 27, 29 ഒറ്റ രാവുകൾ 27-ാം രാവിനാണെന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അന്നാണെന്നല്ല. എന്നാ പിന്നെ അന്ന് മാത്രം കുളിച്ചങ്ങ് കയറിയാൽ മതിയല്ലോ. എല്ലാ ദിവസവും നടന്നിട്ട് അന്നത്തെ ഒരു ദിവസം കുളിച്ചൊരുങ്ങി നേരത്തെ പോവാ. ഇന്ന് അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അന്ന് മാത്രം അള്ളാഹ്ക്ക് നമ്മളൊക്കെ വിറ്റ കാശ് അള്ളാഹടുത്തുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 27-ാം രാവിന്റെ അന്ന് കുളിച്ചു കയറിയ കിട്ടും അന്നൊരു പ്രത്യേക തൗബ. അന്ന് കുളിച്ചൊരുങ്ങി എല്ലാ ദിവസവും ചെയ്യണം ചങ്ങാതി. ഞാൻ പറയുന്നത് തൗബയ്ക്ക് കുറവൊന്നുമില്ല. എല്ലാവരും തൗബയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം? ഒരു പ്രയോജനവുമില്ല. നമ്മുടെയൊക്കെ തൗബ കാക്കയുടെ തൗബ പോലെ. തൗബ ചെയ്യേണ്ടത് എങ്ങനെന്നറിയോ? അതിന് നിലവിളിക്കൊന്നും വേണ്ട, 1000 വാക്കോ പറയണമെന്നൊന്നുമില്ല, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെ തൗബ ചെയ്യണം? ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഒരു തൗബയ്ക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലം, ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ രാത്രി കാലങ്ങളിൽ ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഉമർ തങ്ങൾ ഇങ്ങനെ ആൾക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കും. ഖലീഫയാണല്ലോ, ഉറങ്ങാറില്ല. ഉമർ തങ്ങൾ ഇങ്ങനെ ഒരിക്കൽ രാത്രി നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി നടന്നു വരുന്നുണ്ട് ഉമർ തങ്ങളുടെ എതിരെ. ആ മനുഷ്യൻ ഉമർ തങ്ങളെയും കണ്ടു, ഉമർ തങ്ങൾ ആ മനുഷ്യനെയും കണ്ടു. ആ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം എന്തെന്നറിയോ? ആ മനുഷ്യന്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. ഉമർ തങ്ങളാണ് മുമ്പേ വരുന്നത്. ഉമർ പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു പടച്ചവനെ. 2 കുപ്പി കള്ള ആ മനുഷ്യന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചിന്തിച്ചു, പടച്ചവനെ ഉമർ പിടിച്ച എന്റെ കാര്യം പോയി. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഞാനൊരു നല്ലവനാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത്. ഞാനൊരു നല്ല മനുഷ്യനാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത്. ഈ കള്ളുകുപ്പിയുമായിട്ട് എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തോടെ എല്ലാം തീർന്നു. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? 2 കണ്ണും അടച്ചു പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് കൈകൊണ്ടുപോലും തൊടില്ല പടച്ചവനെ. ഒരൊറ്റ പറച്ചല് അള്ളാഹുവിനോട് പറയുകയാ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ അള്ളാഹുവേ മരിക്കുന്ന കാലം വരെ കുടിക്കുന്നത് പോയിട്ട് ഞാനിത് തൊടുക പോലുമില്ല അല്ലാ. ഇതങ്ങോട്ട് പറഞ്ഞു തീരുന്നതും ഈ മനുഷ്യൻ ഉമർ തങ്ങളുടെ മുമ്പിലെത്തി. ഉമർ തങ്ങൾ സലാം പറഞ്ഞു, സലാം അടക്കി. എന്താ കയ്യിൽ? ഒറ്റ ചോദ്യം, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? 2 കള്ളുകുപ്പി കയ്യിലിരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ധൈര്യത്തിൽ ഉമർ തങ്ങളോട് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കുപ്പിയുടെ അടപ്പ് തുറന്നു നോക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങൾ കൊണ്ടത് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിമിഷ നേരം കൊണ്ട് കള്ള് സുറുക്കയായി മാറി. ആ മനുഷ്യന്റെ തൗബ ഏതായിരുന്നു? ഒരൊറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ, ഇഖ്ലാസദ. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ചെയ്യില്ല എന്ന് പറഞ്ഞ ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം എന്താ? ആ മനുഷ്യൻ അള്ളാഹുവിൽ വെച്ചിരുന്ന വിശ്വാസം. എന്തുറപ്പില്ല ഇത് സുറുക്കയാണെന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന് അറിയാം അത് കള്ളാണെന്ന്. തൻ്റെ കയ്യിലിരിക്കുന്നത് കള്ളാണെന്നറിയാം. എന്നിട്ടും അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് ഒരേ ഒരു വാക്ക് ഞാൻ നിങ്ങളോടും പറയുന്നത്, ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി, അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരും. പക്ഷെ ആ അസ്തഗ്ഫിറുല്ലാ ആയി പോകരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും വേണ്ട, നിലവിളിക്കണ്ട, കരയണ്ട, അള്ളാഹിനോട് പറഞ്ഞാൽ മതി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അള്ളാഹുവേ നിനക്ക് പുറത്ത്. ഒരൊറ്റ വാക്ക് മതി, നിന്റെ പാപം പൊറുക്കും. പക്ഷെ അതിനകത്ത് ഇഖ്ലാസ് വേണം. ഈ ഉസ്താദന്മാർ എന്തിനാ നിങ്ങളോട് തൗബ ചെയ്യാൻ പറയുന്നത്? ഉസ്താദന്മാർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ട? ഞങ്ങൾ നിങ്ങളോട് പറയുന്നല്ലോ, തൗബ ചെയ്യ്, പശ്ചാത്തപിച്ച് മടങ്ങ്. എന്തിനാ ഇത് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പശ്ചാത്തപിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹുവോട് പറയുന്നത് ചുമ്മാതെയല്ല.
എന്തിനാണിത് പറയുന്നതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കാറില്ല. ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മായിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി കടന്നു വരികയാണ്. മായിസ് റളിയല്ലാഹു തആല ഒരു ചെറുപ്പക്കാരനാണ്. നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. എന്താണ് പറയുന്നതെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. മായിസ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കേൾക്കാത്തത് പോലെ പറഞ്ഞു വിടുകയാ, പോമായിസേ പോമായിസേ പോമായിസേ. നബി തങ്ങൾ കേൾക്കാഞ്ഞിട്ടല്ല, കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു വിടുകയാണ്, പോയി തൗബ ചെയ്യൂ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ ചെന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെയും എഴുന്നേറ്റില്ല. ഹദ്റത്തി റസൂലില്ലാഹ് നബി തങ്ങളുടെ ചാരത്ത് വരുന്നു, നബിയേ ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. റസൂലുള്ളാഹ് പറയുന്നു, സ്വഹാബാ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. സ്വഹാബികളെ മായിസ് തങ്ങളുടെ ചാരത്തു ചെന്നു. എന്നിട്ട് അവര് പറയുന്നു, യാ റസൂലല്ലാഹ്, മായിസ് കള്ളു കുടിക്കാത്ത സ്വഹാബിയാ, അവിടെ നിന്ന് കുടിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേ നബി തങ്ങളുടെ മുമ്പിലേക്ക് മായിസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. പാപം ചെയ്തവര് കേട്ടു, പാപം ചുമക്കുന്നവര് കേട്ടു. നബി തങ്ങളുടെ മുമ്പിൽ മായിസ് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാ നബിയേ. എന്നിട്ടും എന്തിനാണ് ഞാൻ ഒന്ന് പറയുന്നറിയോ? എനിക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നൊരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ വയ്യാ. എനിക്ക് പേടിയാ, നരകം എനിക്ക് പേടിയാ, നരകത്തിന്റെ ശിക്ഷ എനിക്ക് പേടിയാ. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നൊരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് ധൈര്യമില്ല നബിയേ. ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടാൽ പടച്ചവനെ, ഈ ദുനിയാവിലെ ശിക്ഷയ്ക്കൊരു പരിധിയുണ്ടല്ലോ. ഇവരെന്നെ കല്ലെറിഞ്ഞ ഞാൻ മരിക്കുന്നത് വരെയല്ലേ അറിയൂ. മരിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്കൊന്നുമില്ലല്ലോ. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഈ ശിക്ഷ ഞാൻ അങ്ങ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞ അല്ലാഹു രണ്ടാമതെന്നെ ശിക്ഷിക്കില്ലല്ലോ നബിയേ. എന്നെ നാളെ അല്ലാഹു പരലോകത്ത് ശിക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് എന്റെ ശിക്ഷ എനിക്ക് താ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മായിസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇന്നിവിടെ വെച്ച് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രണ്ടാമതെന്നെ അല്ലാഹു ശിക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് വിധിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മനസ്സില്ല മനസ്സോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് എറിഞ്ഞുകൊല്ലാ പറയുകയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബത്ത് അവിടുന്ന് കല്ലെടുത്ത് എറിയുകയാണ്. ശരീരം പൊട്ടിയിട്ട് രക്തമൊലിക്കുമ്പോ മായിസ് ഓടുകയാ. ജീവനം കൊണ്ട് മായിസ് തങ്ങൾ ഓടുകയാണ്. പടച്ചവനെ, കുറച്ചു കഴിഞ്ഞു സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, എവിടെയെങ്കിലും പോയി തൗബ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് മിണ്ടാതെ ഇരിക്കുമ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് നബി തങ്ങളുടെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രക്തം ഒലിപ്പിച്ചുകൊണ്ട് മായിസ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്,
മരണവപ്രാളത്തിൽ ഓടിയതാ നബിയേ, ശരീരം നൊന്തപ്പ ഓടിപ്പോയതാ നബിയേ. അതുകൊണ്ട് ഒരു കുഴിയെടുത്തിട്ട് ആ കുഴിക്കകത്ത് എന്നെ ഇറക്കി നിർത്തി കെട്ടി എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാ പറ്റൂലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വീണ്ടും അവിടുന്ന് എറിഞ്ഞുകൊല്ലാ പറയുകയാണ്. മായിസുതങ്ങളെ എറിഞ്ഞു കൊല്ലുകയാണ്. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നബി തങ്ങളും സ്വഹാബത്തും നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ ആ സ്വഹാബികളിൽ ചിലര് പറഞ്ഞു, ഇത് വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറ. ഒരു മോശമായ ഒരാളെ പറയുന്നത് പോലെ പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അറിയാത്തത് നിങ്ങൾ പറയരുത്. ഈ ലോകത്തുള്ള ആരുടെ തൗബ മായിസിന്റെ തൗബയോളം വലിപ്പമുള്ളതല്ല. ഇനി ഈ ലോകത്തുള്ള ഒരു മനുഷ്യന്റെ തൗബയും എന്റെ മായിസിന്റെ തൗബയോളമാകില്ല. മായിസ് സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ മായിസ് സ്വർഗത്തിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മായിസിന്റെ തൗബയോളം ഇനി ഒരാളുടെയും തൗബ ആകൂല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊരു പ്രതിയുണ്ട്. ഒരു പെണ്ണ് നബി തങ്ങളുടെ മുമ്പിൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മായിസിന്റെ കുഞ്ഞാണ്. ഇത് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാ. എന്നെയും ശുദ്ധീകരിക്കണം. നബി തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയാണ്, നീ പോയി പ്രസവിച്ചിട്ട് വാ. കാരണം 9.5 മാസക്കാലം ഗർഭം വന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ഏത് ഉമ്മയുടെയും മനസ്സു മാറും. അപ്പൊ പിന്നെ ജീവിക്കാനുള്ള കൊതിയുണ്ടാകും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വരാൻ. ഈ പെണ്ണു പോയി. പ്രസവം കഴിഞ്ഞു. ചോര കുഞ്ഞുമായിട്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്നു. പ്രസവം കഴിഞ്ഞു നബിയെ, ഇനി എനിക്ക് ശുദ്ധീകരിക്ക്, എനിക്കുള്ള ശിക്ഷത. നബി തങ്ങൾ പറഞ്ഞു, പാല് കൊടുക്കണം, കുഞ്ഞിന് പാല് കൊടുക്കണം. കുഞ്ഞെന്തെങ്കിലും കഴിക്കാറാകുമ്പോ പിന്നെയും പറഞ്ഞു വിട്ടു. കാരണം എന്തേ? ആ കുഞ്ഞിന്റെ കളിയും ചിരിയും ഒക്കെ കണ്ട ജീവിക്കാനുള്ള കൊതിയുണ്ടാകും. പക്ഷേ ആ പെണ്ണിന്റെ മനസ്സു മാറിയില്ല. തന്റെ കുഞ്ഞുമായി ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. കണ്ടോ നബിയെ, കഴിക്കാൻ തുടങ്ങി നബിയെ, ഇനി എന്നെ ശുദ്ധീകരിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് തൗബ. ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ ദുനിയാവിൽ വെച്ച് തൗബ ചെയ്താൽ, ഒരു തെറ്റിവിടെ വെച്ച് തന്നെ കഴുകിക്കളഞ്ഞാൽ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളോട് അള്ളാഹു കരുണ കാണിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവരുടെ ചരിത്രം എടുത്തു നോക്കണം. തൗബത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹു, തനിക്ക് 60 വയസ്സ് പൂർത്തിയായി. 60ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോൾ തന്റെ കുടുംബക്കാരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം 60 വയസ്സ് പൂർത്തിയായി. തന്റെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ മഹാനവറുകൾ വല്ലാതെ കരയുകയാ. നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് മഹാനവറുകൾ വല്ലാതെ കരയുന്നത് കണ്ടപ്പോൾ തൗബത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കുടുംബക്കാര് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല 60 വർഷക്കാലം അല്ലാഹുവിന് ഇബാദത്തുകൾ ചെയ്യുവാനും ഒരുപാട് ശുക്റുകൾ ചെയ്യുവാൻ അല്ലാഹു നിങ്ങൾക്ക് അവസരം നൽകിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാണ് കരയുന്നത് എന്ന് തൗബത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കുടുംബക്കാര് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്തിനാണ് അങ്ങയുടെ ബർത്ത്ഡേ ഇടുന്ന്, അന്ന് പിറന്നാളിന്റെ 60 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ തൗബത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൽ ഞാൻ 21,500 ദിവസം ഞാൻ ഈ ദുനിയാവിലെ ജീവിച്ചല്ലോ. 21,500 ദിവസം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചു. ഒരു ദിവസം ഞാൻ ചെയ്തു പോയ പാപത്തിന്റെ കണക്കെന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇനി ഒരു ദിവസം ഞാൻ ഒരു പാപമാണ് ചെയ്തതെങ്കിലും സുബ്ഹാനല്ലാഹ് 21,500 പാപം ഞാൻ ചെയ്തല്ലോ എന്ന് ഞാൻ
ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ 21,500 പാപങ്ങളെ കുറിച്ച് അല്ലാഹു എന്നോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്? പറയാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഈ സങ്കടം കാരണമാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അവിടുന്ന് സുജൂദിലേക്ക് വീഴുകയാണ്. സുജൂദിൽ കിടന്ന് കരയുകയാണ്. പടച്ചവനെ, ആ സുജൂദിൽ കിടന്ന് കരഞ്ഞ് പെടന്ന് മരണപ്പെട്ടു പോയെന്ന് ചരിത്രം പറയുമ്പോ വയല് കേൾക്കാൻ വന്നവരോട്, ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തവരോട് ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കടോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കൈകൊണ്ട് തൊട്ടത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ടുപോലും ചിന്തിച്ചത് പാപമാണ്. ഒരു ദിവസം ഞാനും നിങ്ങളും പടച്ചവനെ എന്ന പ്രഭാതം മുതൽ ഇന്ന് വൈകുന്നേരം 6 മണിയോടടുക്കുകയാണ്. രാവിലെ സുബഹിക്ക് എഴുന്നേറ്റത് മുതൽ രാവിലെ 6 മണി മുതൽ ഈ വൈകുന്നേരം 6 മണി വരെ ഞാനും നിങ്ങളും ചെയ്തു പോയ പാവങ്ങളുടെ കണക്കൊന്ന് പറയാറ് എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലല്ലോ. കാരണം അത്രയും പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തവരാ. ഈ ഒരു ദിവസത്തെ പാപത്തെ കുറിച്ച് പോലും ഞാനും നിങ്ങളും ചിന്തിക്കാതെ നടക്കുകയാണ്. ആ പാപങ്ങളൊന്ന് കഴുകിക്കളയാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ആഘോഷത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്, ചിരിയും കളിയുമായിട്ട് എല്ലാവരും നടക്കുകയാണ്. എല്ലാവരും പടച്ചവനെ ദുനിയാവിന്റെ പുറകെയാണ്. വല്ലാത്ത കളിയും തമാശയും ചിരിയുമായി നടക്കുന്നവര് ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും മ്രിഇൻ മോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറിലേക്ക് നീ ഒന്ന് നോക്കൂ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന മഹത്തുക്കളെ നമുക്ക് പറഞ്ഞു തരുമ്പോ ആ മരിക്കേണ്ടവരാണെന്നോ, ഖബറുണ്ടെന്നോ, പരലോകമുണ്ടെന്നോ, നരകമുണ്ടെന്നോ എന്നുള്ള ചിന്തയൊന്നും നമുക്കില്ലല്ലോ. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അല്ലാഹു തന്ന ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. എന്തേ സഹോദരാ ചിന്തിക്കാത്തത്? ഉസ്താദേ, എന്തിനാണ് മരണത്തെ കുറിച്ച് പറയുന്നത്? ഞങ്ങൾക്ക് ആർക്കും ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, മാരകമായ രോഗങ്ങളില്ലല്ലോ. പടച്ചവനെ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ചിന്തിക്കണം സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ല. മരിക്കാൻ രോഗമൊന്നും വേണ്ട. ക്യാൻസർ ഉള്ളവര് മാത്രമല്ല മരിക്കുന്നത്, ട്യൂമർ വന്നവരല്ല, കിഡ്നി തകർന്നവരല്ല, കരൾ രോഗമുള്ളവരല്ല, സ്ട്രോക്ക് വന്നവരല്ല, കൊളസ്ട്രോൾ കൂടിയവരല്ല. പടച്ചവനെ, എവിടെ വെച്ചും മരണം കടന്നു വരികയാണ്. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി وكم من صحيح مات من غير علتي وكم من مريض عاش دهرا على دهري. കവി അവിടെ നിന്ന് പറയുകയാ, ക്യാൻസർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, മാരകമായ രോഗമുള്ളവര് മാത്രമല്ല മരിക്കുന്നത്. എടാ ചങ്ങാതി, നിന്റെ വാപ്പ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോയില്ലേ? വാപ്പ എന്തേ വൈകുന്നേരം തിരിച്ചു വീട്ടിൽ വന്നോ? വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കൊണ്ടുവച്ചത് നീ കണ്ടവനല്ലേ? രാത്രി ഉമ്മയോടൊപ്പം വളരെ കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ചുംബനവും തന്നിട്ട് സലാം പറഞ്ഞ് ബെഡ്റൂമിനകത്ത് കയറി കിടന്ന നിന്റെ വാപ്പ എന്തേ ഇവിടെ പോയി ചാമക്കാല പള്ളിയുടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നില്ലേ? ഈ എന്തേ നീ ചിന്തിക്കാത്തത്? എന്നിട്ട് കവി ചോദിക്കുകയാ, എടാ, ഒരു രോഗവുമില്ലാത്തവൻ വീണു മരിക്കണില്ലേ? ഒരു അസുഖവുമില്ലാത്ത എത്ര പേരുടെ മയ്യത്ത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. നിന്നെക്കാലം പ്രായം കുറഞ്ഞവര് വാപ്പ ഇരിക്കുമ്പോ മകൻ പോയില്ലേ? സ്വന്തം സഹോദരൻ, കൂടപ്പിറപ്പ്, ജ്യേഷ്ഠൻ ഇരിക്കുമ്പോ അനുജൻ പോയില്ലേ? നിങ്ങളൊക്കെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടിട്ടില്ലേ? എന്തസുഖം വന്നിട്ടാ മരിച്ചത്? കവി ചോദിക്കുകയാ, ആരോഗ്യമുള്ളവൻ നിന്ന നിപ്പിന് വീണു മരിക്കുന്നു, എന്നാ
മരിക്കും 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 എന്ന് പറഞ്ഞ ചങ്ങാതിമാർ ഇപ്പോഴും നടക്കുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. മരിക്കൂന്ന് ഡോക്ടർമാര് പറഞ്ഞ് എന്തിനാ? എന്റെ ജ്യേഷ്ഠൻ എന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. തെളിവ് എന്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ അളിയൻ, അദ്ദേഹത്തിന് കൊറോണ കൂടിയിട്ട് ഡോക്ടർമാര് പറഞ്ഞ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ മരിക്കൂന്ന്. 24 മണിക്കൂർ ആ സമയം പറഞ്ഞത്. ഇന്നും ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ സങ്കടപ്പെട്ടപ്പോ എന്നോട് കരയില്ലേ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച എന്റെ ജ്യേഷ്ഠൻ ഖബറിനകത്ത് കിടക്കുന്നുണ്ട്. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം ഇതാ. കാരണം എപ്പോ എവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. ഈ ഇരിക്കണ ഈ സമയത്ത് ഇവിടെ നിന്ന് നോമ്പ് മുറിച്ചിട്ട് വീട്ടിൽ പോകുമെന്ന് ഉറപ്പുള്ള ആരാവുള്ളേ? ഒരാളുമില്ല. ഇന്ന് അറ്റാക്കിന്റെ കാലമാ. പെട്ടെന്ന് മരിച്ചു. എങ്ങനെ മരിച്ചു? സൈലന്റ് അറ്റാക്ക്. തീർന്നു. ഒറ്റ വാക്ക് തീർന്നു എല്ലാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. കാരണം ആ സമയം നമുക്കറിയില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന സമയമാണ് ഒരു മനുഷ്യന്റെ മരണം എപ്പോ എവിടെ വെച്ച് നടക്കും. ഇത് അള്ളാഹ്ക്ക് അറിയൂ, സിറാജിന് പറയാൻ കഴിയില്ല. മരണത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കാനേ കഴിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം എപ്പോ എവിടെ വെച്ച് വരുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. 5 കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറയുന്നു. അതിൽ 5ാമതായിട്ട് അള്ളാഹു പറഞ്ഞത് ഒരു മനുഷ്യന് എപ്പോ എവിടെ കടന്നു മരിക്കും, എവിടെ കബറടക്കും, എങ്ങനെ മരിക്കും, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പൊ ഞാൻ ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് പറയുന്നു, മരണം നമ്മളെ തേടി വരും. നല്ലവന്റെ മുമ്പിലും വരും, മോശക്കാരന്റെ മുമ്പിലും വരും. മോശക്കാരന്റെ മുമ്പിലേക്കും മരണം കടന്നു വരും, നല്ലവന്റെ മുമ്പിലേക്കും മരണം കടന്നു വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഈ ഇഫ്താറിന് ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും നിങ്ങളൊന്ന് കണ്ണു തുറന്നു നോക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ നിരന്ന് നിൽക്കുകയാ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാൻ. നമ്മൾ കാണുന്നില്ല, അള്ളാഹുവിന്റെ മലക്കുകളെ കാണുന്നില്ല. എങ്കിൽ കാണുന്ന ഒരു സമയമുണ്ടോ? അള്ളാഹു പറയുകയാണ്, ഫകസഫിനാ അൻക ഖിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ ഈ ഇരിക്കുന്ന ഓരോ ആണിന്റെയും പെണ്ണിന്റെയും കണ്ണിന്റെ മുമ്പിലേക്ക് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരണമാണ്. അതാ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരമാണ്. ആരാണ് കടന്നു വരുന്നത്? ഒരു മലക്കല്ല, 70 മുതൽ 70,000 മലക്കുകൾ. പടച്ചവനെ, ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കാണുമ്പോഴേ പേടിച്ച് വിറയ്ക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്നവർ 2 വിഭാഗമുണ്ടോ? ഒരു വിഭാഗത്തിന്റെ രംഗം എങ്ങനെയെന്നറിയോ? പടച്ചവനെ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കുകളെ കാണുമ്പോ പേടിച്ച് വിറച്ചുകൊണ്ടവർ പിടഞ്ഞ് താഴെ വീടുകയാണ്, ഭയന്ന് വിറയ്ക്കുകയാണ്. ആ സമയത്ത് മലക്കുകൾ അടുത്തു വരികയാ. എന്നിട്ട് അവര് പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق. അവരോട് മലക്കുകൾ പറയുകയാ, നിന്നെ കൊണ്ടുപോകാമെന്നതാ, നിന്റെ റൂഹ് പിടിക്കാമെന്നതാ, നിന്റെ സമയമെടുത്തടാ. ആരെ വേണമെങ്കിലും വിളിച്ചോ, രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ, എന്തു വേണമെങ്കിലും നീ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഭയന്ന് വിറയ്ക്കുകയാണ്. അസ്റായീലിന്റെ രൂപം കാണുമ്പോഴേ അവനെ പകുതിയങ്ങോ മരിക്കുകയാണ്. പേടിച്ച് വിറച്ചുകൊണ്ടവർ പടച്ചവര് അതാ മലക്കുകൾ അവന്റെ റൂഹ് പടന്ന് വലിച്ചു പറിക്കുകയാ. പടച്ചവനെ വല്ലാതെ
വിളിക്കുകയാണ്. വായിലൂടെ പതയും നൊരയും വരുന്നുണ്ട്, കണ്ണ് തെള്ളുന്നുണ്ട്. പടച്ചവരെ പേടിച്ച് പറച്ച് മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവന് മരിക്കുകയാണ്. പടച്ചവനെ അവന്റെ മരണമങ്ങ് കഴിഞ്ഞു. ജനങ്ങൾ ഓടി വരുമ്പോ മരിച്ചു കിടക്കുന്ന വാപ്പയുടെ മുമ്പിലേക്ക് മക്കള് കടന്നു വരുമ്പോ വാപ്പയുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. പടച്ചവനെ വായിലൂടെ പതയും നൊരയും ഒലിക്കുന്നുണ്ട്, മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട്. സൗന്ദര്യമുണ്ടായിരുന്ന, കാണാൻ ഗ്ലാമർ ഉണ്ടായിരുന്ന വാപ്പാ മക്കള് നോക്കുമ്പോ ഉപ്പാടെ മുഖമല്ല കറുത്തിരിക്കുകയാ. കാണാൻ നോക്കാൻ പേടി തോന്നുകയാണ്. മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും ഭയപ്പെടുത്തുന്ന രീതിയിൽ മരിച്ച് ഈമാനില്ലാതെ മരിച്ചു കിടക്കുകയാണ്. പടച്ചവനെ മയ്യത്ത് കാണുമ്പോഴേ അറിയാം പടച്ചവന് ഇത് ഈമാനില്ലാത്ത മരണമാണ്. ഒരു വട്ടമേ നോക്കുന്നുള്ളൂ. മുഖത്ത് നോക്കാൻ പേടി തോന്നുന്ന രീതിയിൽ ഒരു വിഭാഗം അവിടെ നിന്ന് മരിച്ചു കിടക്കുകയാ. എങ്കിൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തിന്റെ മരണം എങ്ങനെയെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് പ്രകാശിക്കുന്ന മുഖത്തോട്, പുഞ്ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ ألا تخافوا ولا تحزنوا وأبصروا بالجنة. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവരെ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാ. പടച്ചവനെ സന്തോഷത്തോടെ കടന്നു വരികയാണ്. അവന്റെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നു. അവന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവനോട് മലക്കുകൾ പറയുകയാ, എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? അല്ലാഹു നിന്നോട് വല്ലാത്ത സ്നേഹത്തിലാണ്. ലോകത്തിന്റെ അധിപനായ പടച്ചറബ്ബ് നിന്നോട് കോപത്തിലല്ല, നിന്നോട് സ്നേഹത്തിലാണ്. പടച്ചവനെ അല്ലാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്തിനാ നീ ഭയക്കുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, പടച്ചവനെ മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് സ്വാഗതം പറയുന്നത് ഇഷ്ടപ്പെടുന്ന മനുഷ്യ, സ്വാഗതം പറയേണ്ടത് ഇമാമിനെ കൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടല്ല. ആരാണ് സ്വാഗതം പറയേണ്ടതെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ആരെ കൊണ്ടാ സ്വാഗതം പറയിപ്പിക്കേണ്ടതെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ നിനക്ക് സ്വാഗതം പറയണം. അല്ലാഹുവിന്റെ മലക്കുകൾ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് സ്വാഗതം പറയിപ്പിക്കണം. ചെറുപ്പക്കാരാ, പെങ്ങളെ പറയും, പെങ്ങള് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിരുന്നിട്ട് പറയുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്, മരണമെടുത്തപ്പോ ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും ഓർത്തിട്ട് സങ്കടപ്പെടുമ്പോ, മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, സിറാജേ എന്തിനാ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? നോക്കടാ സിറാജേ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? ഇത് നിന്നെ സ്വീകരിക്കാനാ. ഏഴാകാശവും തുറന്നിട്ടിട്ട് മലക്കുകൾ നിൽക്കുന്നത് നോക്കടാ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, ഈ കാണുന്ന പട്ടുവസ്ത്രം കണ്ടോ?
ഉപ്പാന്റെ മലക്കുകൾ ചിലര് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അടുത്തു വന്ന് നിന്നിട്ട് പറയും, നീ എന്തിനാ പേടിക്കുന്നേ, നീ എന്തിനാ വിഷമിക്കുന്ന, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട. അങ്ങോട്ട് നോക്ക്, അള്ളാഹുവിന്റെ മലക്കുകൾ 7 ആകാശത്തിന്റെ കവാടങ്ങളും തുറന്നിട്ടിട്ട് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന രംഗം നീ കാണ്. പട്ടുവസ്ത്രം കണ്ടോ, ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. എന്തിന്? നിന്റെ റൂഹ് പൊതിയാൻ. മലക്കുകൾ പറയും, നിന്റെ റൂഹ് പൊതിയാൻ. ഇത് നിന്റെ ആത്മാവിനെ പൊതിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുവന്നതാ. ഇത് നീ എന്തിനാ പേടിക്കണേ, നീ എന്തിനാ ഭയപ്പെടുന്നേ? അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് നിന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഷഹാദത്ത് കലിമ പറ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ഇത് പറഞ്ഞാ നിനക്ക് അള്ളാഹു സ്വർഗം തരും. എന്നിട്ട് മലക്കുകൾ പറയും, ഞാൻ പറയുന്നത് നീ കേൾക്ക്, ഇബ്ലീസ് പറയുന്നത് നീ കേൾക്കരുത്. ഞാൻ നിന്റെ കൂട്ടുകാരനാ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. നീ ഷഹാദത്ത് കലിമ പറ. ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കും. മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യന്റെ കണ്ണ് നിറയുമ്പോൾ, കൈകാലുകൾ വിറയ്ക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കും, നിനക്ക് കാണണ്ടേ സ്വർഗം, നിനക്ക് കാണണ്ടേ സ്വർഗം. നീ ഇത്രയും കാലം നീ കൊതിച്ചുകൊണ്ട് നടന്ന നിന്റെ ഏറ്റവും വലിയ അഭിലാഷമായ ആ സ്വർഗം നിനക്ക് കാണണ്ടേ. നോക്കടാ വഅബ്ശിറൂ ബിൽ ജന്ന, ഇതാ സ്വർഗം, നീ കാണ്. അള്ളാഹുവിന്റെ സ്വർഗം കാണിച്ചു കൊടുക്കും. അവരങ്ങനെ കണ്ടുകൊണ്ട് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് മരണപ്പെടും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മക്കൾ ഓടി റൂമിനകത്തേക്ക് ചെല്ലും. മരണപ്പെട്ടു പോയ വാപ്പയുടെ ചാരത്തേക്ക്, ഉമ്മയുടെ ചാരത്തേക്ക് മക്കൾ ഓടി ചെല്ലുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? ഉമ്മയുടെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ട്, മരിച്ചു കിടക്കുന്ന വാപ്പയുടെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ട്. മൂക്കിന്റെ ദ്വാരം വല്ലാതെ വികസിക്കുകയാ, മൂക്കിന്റെ ദ്വാരം വല്ലാതെ വികസിക്കുകയാ. ഗ്ലാമറില്ല, ഗ്ലാമറില്ല എന്ന് എപ്പോഴും ഉപ്പാനെ കുറിച്ച് ഉമ്മ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഗ്ലാമറില്ലെന്ന്. അല്ലെങ്കിൽ ഉപ്പ പറയുമായിരുന്നു ഉമ്മയോട്, നിങ്ങൾക്ക് ഗ്ലാമറില്ലടി എന്ന്. എന്നാലും മരിച്ചു കിടക്കുന്ന ഉപ്പയുടെ മുഖത്ത് നോക്കിയപ്പോ വല്ലാത്ത പ്രകാശം, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരി. വാപ്പ മരിച്ചെന്ന് പറഞ്ഞപ്പോഴും മകൻ കരയുന്നില്ല, ഉമ്മ മരിച്ചെന്ന് പറഞ്ഞപ്പോഴും അവൻ കരയുന്നില്ല. കാരണം ഉപ്പാന്റെ മുഖത്ത് നോക്കിയപ്പോ കരയാൻ തോന്നുന്നില്ല. പടച്ചവനെ, എൻ്റെ ഉപ്പയ്ക്ക് അള്ളാഹു നല്ല ഒരു മരണം കൊടുത്തല്ലോ എന്ന് ആ മകനും ആ മകൾക്ക് പോലും തോന്നുന്ന ഒരു മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, മയ്യത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ മക്കൾ തന്നെ എത്ര ദുഃഖമുണ്ടെങ്കിലും അവർ കടിച്ചമർത്തും. കാരണം ഉപ്പാടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഉപ്പയ്ക്ക് അള്ളാഹു ഈമാനുള്ള മരണമാണ് കൊടുത്തത്. എന്നാൽ ചില മയ്യത്തുകളുടെ മുഖത്ത് നോക്കിയാൽ ഉമ്മമാര് മക്കളോട് പറയും, നീ കാണാൻ പോകണ്ട, നീ കാണാൻ പോകണ്ട. കാരണം എന്തേ മോനെ, ചിലപ്പോൾ നിനക്കത് മനസ്സിൽ പെട്ടുപോകും, പേടി തോന്നും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഇഫ്താറിൽ വന്നിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, ഇതിലെ ഏത് മരണം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിലെ ഏത് മരണമാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്തായാലും ഒരു ദിവസം നിങ്ങളെ തേടി വരും, നമ്മളെ തേടി വരും. നിങ്ങളെയല്ല, നമ്മളെ തേടി വരും. എപ്പോൾ എവിടെ വെച്ചാണെന്നറിയില്ല. എവിടെ വെച്ച് വന്നാലും സന്തോഷത്തോടെ കൂടെ പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകണ്ടേ? പോകണ്ടേ? പോകണോ? പോകണ്ടേ? നീ പോണ്ടാന്ന് പറഞ്ഞാലും കൊണ്ടുപോകും. അതാ, നീ പോണ്ടാന്ന് പറഞ്ഞാലും നിന്നെ കൊണ്ടുപോകും. പണ്ടൊരു ചങ്ങാതിയുടെ റൂഹ് പിടിക്കാൻ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു. ആ മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു പത്രേ, എടാ ചങ്ങാതി, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, അത് ചെയ്തിട്ടേ റൂഹ് പിടിക്കത്തുള്ളൂ. അല്ല പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നിന്റെ റൂഹ് പിടിക്കാവൂ എന്ന് അല്ല എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വല്ല ആഗ്രഹവുമുണ്ടോ? ആ ചങ്ങാതി പറഞ്ഞ മറുപടി, 40 കൊല്ലമായി റെഡിയായിരിക്കുക, നീ എപ്പോഴാ വരുന്നേ കൂടെ വരാൻ, എന്നെ കൊണ്ടുപോക്കോളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 40 കൊല്ലമായിട്ട് ഈ ചങ്ങാതി റെഡിയായിരിക്കുക, അസ്റായിൽ വരുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ. നമ്മളോ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, മരണം എപ്പോൾ എവിടെ വെച്ചും കടന്നു വരും. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാ, 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കല്ലേ എന്ന് നബിഗിന റസൂലുള്ളാഹി. നോമ്പ് മുറിക്കാറായപ്പോൾ ക്ഷീണം കൂടിയോ? നോമ്പ് മുറിക്കാറായപ്പോഴാണ് ക്ഷീണം കൂടിയത്. മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. ആ 6 കാര്യങ്ങളും പറയുന്നില്ല, ഒരു കാര്യം ഞാൻ പറയാം. നബി തങ്ങൾ പറഞ്ഞു, തൗബ നീ ബന്ധിപ്പിക്കരുത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തൗബ ബന്ധിക്കാൻ പാടില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പശ്ചാത്തപിക്കണം.
ഒരാൾ പാപം ചെയ്തു, പാപം ചുമക്കാനുള്ളതല്ല, ഇങ്ങനെ ചുമന്നോണ്ട് നടക്ക, ഇതിങ്ങനെ ഇങ്ങനെ ചുമക്ക. പടച്ചവനെ പൊങ്ക ചൊല്ല. പാപം ചെയ്തു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്തപിക്കണം, ഒരു നിമിഷം പോലും മാറ്റിവെക്കരുത്. എല്ലാവരും മലക്കുകളൊന്നുമല്ല, മനുഷ്യന്മാരാ. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. പാപം ചെയ്യാത്ത ഒരാളും ഈ സദസ്സിലില്ല. ആണാകട്ടെ, പെണ്ണാകട്ടെ, ഉസ്താദാകട്ടെ, ഹാജിയാരാകട്ടെ, എല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ്. കാരണം നമ്മളാരും മലക്കുകളല്ല, മഅസൂമീങ്ങളല്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. ആരറിഞ്ഞില്ലെങ്കിലും നീയും അല്ലാഹുവും അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പാപം ചുമക്കല്ലേ. അത് ചുമക്കാനുള്ളതല്ല, അത് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഇറക്കി വെക്കണം. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ? അത് അല്ലാഹുവിനോട് ഏറ്റു പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, നബി തങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ ഏതുവരെയാണ് തൗബ ചെയ്യേണ്ടത്? ഞാനൊരു തെറ്റ് ചെയ്തു, അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ചെയ്തു, പിന്നെയും തൗബ ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, പിന്നെയും ചെയ്താൽ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്യണം. നാലാമതും ചെയ്തു നബിയേ, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അഞ്ചാമതും ചെയ്തു നബിയേ, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. ആറാമതും ചെയ്തു നബിയേ, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നതിനനുസരിച്ച് ഞാൻ പിന്നെയും 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 പാപം ചെയ്യുകയാ. എന്ത് ചെയ്യണം? തൗബ ചെയ്യണം, തൗബ ചെയ്യണം, തൗബ ചെയ്യണം, തൗബ ചെയ്യണം. അവസാനം ആ സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഏതുവരെ ചെയ്യണം നബിയേ? ഏതുവരെ ചെയ്യണം നബിയേ? തൗബ ചെയ്യാൻ മടിക്കുന്നവരോട് പറഞ്ഞു തരാ. കള്ളു കുടിക്കില്ലെന്ന് പറഞ്ഞു, പിന്നെയും കുടിച്ചു, പിന്നെയും കുടിച്ചു, പിന്നെയും കുടിച്ചു, പിന്നെയും കുടിച്ചു. മോനെ, തൗബ ചെയ്യണം. മടി വേണ്ട, നാണം വേണ്ട, ലജ്ജ വേണ്ട. നീ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നതിനനുസരിച്ചു അല്ലാഹു നിന്നോട് സ്നേഹം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും അല്ലാഹ് നിന്നെ വെറുക്കൂല. ചോദിക്കുന്നതിനനുസരിച്ച് അല്ലാഹുവിന് നിന്നോട് സ്നേഹം കൂടുകയാണ്. ഏതുവരെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? ഇബ്ലീസ് നിന്റെ മുമ്പിൽ പരാജയപ്പെടണം, ഇബ്ലീസ് തോറ്റുപോകണം. ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. ചെയ്യിപ്പിച്ച ഇവൻ തൗബ ചെയ്യും. ഏതുവരെ? ഒരാൾ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ കള്ളു കുടിച്ചല്ല, ഇനി ഒരിക്കലും കുടിക്കത്തില്ല പടച്ചവനെ. അല്ലാഹുവേ, ഞാൻ ബിയർ കുടിച്ചു പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ കുടിക്കത്തില്ല അല്ലാ. പിറ്റേ ദിവസം പോയിട്ട് കള്ളു കുടിച്ചു. പിന്നെയും വന്ന് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ കള്ളു കുടിച്ചല്ല, ഇനി ഒരിക്കലും ചെയ്യത്തില്ല പടച്ചവനെ. പിറ്റേ ദിവസം പോയി കഞ്ചാവ് അടിച്ചു. എന്നിട്ട് അള്ളാഹിനോട് വന്ന് ദുആ ചെയ്തു, ഇനി ഒരിക്കലും ചെയ്യത്തില്ല പടച്ചവനെ. പിറ്റേ ദിവസം പോയിട്ട് മയക്കുമരുന്നടിച്ചു. ഇങ്ങനെ നീ അള്ളാഹുവിനോട് തെറ്റ് ചെയ്യും, തൗബ ചെയ്യും, തെറ്റ് ചെയ്യും, തൗബ ചെയ്യും. ഏതുവരെ? ഇബ്ലീസ് അല്ലേ നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണത്. ആ ഇബ്ലീസിന് തന്നെ തോന്നണം, ഇനി ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്തേ? ഇവൻ തൗബ ചെയ്യും, അതിനേക്കാളും നല്ലത് മിണ്ടാതെ നടക്കലല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് തൗബ ചെയ്യണം സഹോദര. തൗബയ്ക്ക് കുറവൊന്നുമില്ല. എല്ലാവരും തൗബ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോഴേ റെഡിയായിരിക്കുക, 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങിയിട്ട് പോയി തൗബ ചെയ്യാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ന് പോയി ചെയ്യാൻ, എന്ന് 27-ാം രാവിന്റെ അന്നൊരു പ്രത്യേക തൗബയുണ്ട് എന്നേ അന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, 27-ാം രാവിന്റെ അന്ന് മാത്രമേ തൗബയുള്ളൂ. എന്താ അന്നത്തെ പ്രത്യേകത? എന്തിപ്പോ 27-ാം രാവിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? 27-ാം രാവിന്റെ പ്രത്യേകത എന്താ? ലൈലത്തുൽ ഖദർ അന്നാ? ആര് പറഞ്ഞു? ലൈലത്തുൽ ഖദർ അന്നാണെന്ന് ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞ? അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ 27-ാം രാവിന്റെ അന്നാ ലൈലത്തുൽ ഖദർ? റമളാനിലെ ഏതോ ഒരു ദിവസം, റമളാനിലെ ഏതോ ഒരു ദിവസം, അല്ലെങ്കിൽ റമളാനിന്റെ അവസാനത്തെ 21, 23, 25, 27, 29 ഒറ്റ രാവുകൾ 27-ാം രാവിനാണെന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അന്നാണെന്നല്ല. എന്നാ പിന്നെ അന്ന് മാത്രം കുളിച്ചങ്ങ് കയറിയാൽ മതിയല്ലോ. എല്ലാ ദിവസവും നടന്നിട്ട് അന്നത്തെ ഒരു ദിവസം കുളിച്ചൊരുങ്ങി നേരത്തെ പോവാ. ഇന്ന്
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഓ, അന്ന് മാത്രം അള്ളാഹ്ക്ക് നമ്മളൊക്കെ വിറ്റ കാശ് അള്ളാഹടുത്തുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 27-ാം രാവിന്റെ അന്ന് കുളിച്ചു കയറിയ കിട്ടും. അന്നൊരു പ്രത്യേക തൗബ. അന്ന് കുളിച്ചൊരുങ്ങി എല്ലാ ദിവസവും ചെയ്യണം ചങ്ങാതി. ഞാൻ പറയുന്നത് തൗബയ്ക്ക് കുറവൊന്നുമില്ല. എല്ലാവരും തൗബയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം? ഒരു പ്രയോജനവുമില്ല. നമ്മുടെയൊക്കെ തൗബ കാക്കയുടെ തൗബ പോലെ. തൗബ ചെയ്യേണ്ടത് എങ്ങനെന്നറിയോ? അതിന് നിലവിളിക്കൊന്നും വേണ്ട, 1000 വാക്കോ പറയണമെന്നൊന്നുമില്ല, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെ തൗബ ചെയ്യണം? ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഒരു തൗബയ്ക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലം, ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും. ഉമർ തങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കും. ഖലീഫയാണല്ലോ, ഉറങ്ങാറില്ല. ഉമർ തങ്ങൾ ഇങ്ങനെ ഒരിക്കൽ രാത്രി നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി നടന്നു വരുന്നുണ്ട് ഉമർ തങ്ങളുടെ എതിരെ. ആ മനുഷ്യൻ ഉമർ തങ്ങളെയും കണ്ടു, ഉമർ തങ്ങൾ ആ മനുഷ്യനെയും കണ്ടു. ആ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം എന്തെന്നറിയോ? ആ മനുഷ്യന്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. ഉമർ തങ്ങളാണ് മുമ്പേ വരുന്നത്. ഉമർ പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു പടച്ചവനെ. 2 കുപ്പി കള്ള ആ മനുഷ്യന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചിന്തിച്ചു, പടച്ചവനെ ഉമർ പിടിച്ച എന്റെ കാര്യം പോയി. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഞാനൊരു നല്ലവനാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത്. ഞാനൊരു നല്ല മനുഷ്യനാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത്. ഈ കള്ളുകുപ്പിയുമായിട്ട് എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തോടെ എല്ലാം തീർന്നു. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? 2 കണ്ണും അടച്ചു പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് കൈകൊണ്ട് പോലും തൊടില്ല പടച്ചവനെ. ഒരൊറ്റ പറച്ചല് അള്ളാഹുവിനോട് പറയുകയാ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ അള്ളാഹുവേ മരിക്കുന്ന കാലം വരെ കുടിക്കുന്നത് പോയിട്ട് ഞാൻ ഇത് തൊടുക പോലുമില്ല അല്ലാ. ഇതങ്ങോട്ട് പറഞ്ഞു തീരുന്നതും ഈ മനുഷ്യൻ ഉമർ തങ്ങളുടെ മുമ്പിലെത്തി. ഉമർ തങ്ങൾ സലാം പറഞ്ഞു, സലാം അടക്കി. എന്താ കയ്യിൽ? ഒറ്റ ചോദ്യം, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? 2 കള്ളുകുപ്പി കയ്യിലിരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ധൈര്യത്തിൽ ഉമർ തങ്ങളോട് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുപ്പിയുടെ അടപ്പ് തുറന്നു നോക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങൾ കൊണ്ടത് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിമിഷ നേരം കൊണ്ട് കള്ള് സുറുക്കയായി മാറി. ആ മനുഷ്യന്റെ തൗബ ഇതായിരുന്നു. ഒരൊറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ, ഇഖ്ലാസ്. അതാ പറയുന്നത് ഒരു വാക്കാണെങ്കിലും ചെയ്യില്ല എന്ന് പറഞ്ഞ ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം എന്താ? ആ മനുഷ്യൻ അള്ളാഹുവിൽ വെച്ചിരുന്ന വിശ്വാസം. എന്തുറപ്പില്ല ഇത് സുറുക്കയാണെന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന് അറിയാം അത് കള്ളാണെന്ന്. തൻ്റെ കയ്യിലിരിക്കുന്നത് കള്ളാണെന്നറിയാം. എന്നിട്ടും അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് ഒരേ ഒരു വാക്ക് ഞാൻ നിങ്ങളോടും പറയുന്നത്, ഒരു അസ്തഗ്ഫിറുല്ല പറഞ്ഞാൽ മതി, അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരും. പക്ഷേ ആ അസ്തഗ്ഫിറുല്ല ആയി പോകരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും വേണ്ട, നിലവിളിക്കണ്ട, കരയണ്ട, അള്ളാഹിനോട് പറഞ്ഞാൽ മതി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അള്ളാഹുവേ നിനക്ക് പുറത്തത്. അവരൊറ്റ വാക്കു മതി, നിന്റെ പാപം പൊറുക്കും. പക്ഷെ അതിനകത്ത് ഇഖ്ലാസ് വേണം. ഈ ഉസ്താദന്മാർ എന്തിനാ നിങ്ങളോട് തൗബ ചെയ്യാൻ പറയുന്നത്? ഉസ്താദന്മാർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടാ? ഞങ്ങൾ നിങ്ങളോട് പറയുന്നല്ലോ, തൗബ ചെയ്യ്, പശ്ചാത്തപിച്ച് മടങ്ങ്. എന്തിനാ ഇത് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പശ്ചാത്തപിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹുവോട് പറയുന്നത് ചുമ്മാതെയല്ല. എന്തിനാണിത് പറയുന്നതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കാറില്ല. ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മായിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി കടന്നു വരികയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനാണ്. നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. എന്താണ് പറയുന്നതെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. മായിസ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാ, പോമായിസേ പോമായിസേ പോമായിസേ. നബി തങ്ങളെ കേൾക്കാഞ്ഞിട്ടല്ല, കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു വിടുകയാണ്, പോയി തൗബ ചെയ്യൂ. നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു വിട്ടു. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ ചെന്നിട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെയും എഴുന്നേറ്റ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്ത് വരുന്നു. നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. സ്വഹാബികളെ മായിസ് തങ്ങളുടെ ചാരത്തു ചെന്നു. എന്നിട്ട് അവര് പറയുന്നു, യാ റസൂലല്ലാഹ്, മായിസ് കള്ളു കുടിക്കാത്ത സ്വഹാബിയാ, അവിടെന്ന് കുടിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേ, നബി തങ്ങളുടെ മുമ്പിലേക്ക് മായിസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. പാപം ചെയ്തവര് കേട്ടു, പാപം ചുമക്കുന്നവര് കേട്ടു. നബി തങ്ങളുടെ മുമ്പിൽ മായിസ് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാ നബിയേ. എന്നിട്ടും എന്തിനാണ് ഞാൻ വന്ന് പറയുന്നറിയോ? എനിക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നൊരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ വയ്യ. എനിക്ക് പേടിയാ, നരകം എനിക്ക് പേടിയാ, നരകത്തിന്റെ ശിക്ഷ എനിക്ക് പേടിയാ. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നൊരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് ധൈര്യമില്ല നബിയേ. ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടാൽ പടച്ചവനെ, ഈ ദുനിയാവിലെ ശിക്ഷയ്ക്കൊരു പരിധിയുണ്ടല്ലോ. ഇവരെന്നെ കല്ലെറിഞ്ഞ ഞാൻ മരിക്കുന്നത് വരെയല്ലേ അറിയൂ. മരിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്കൊന്നുമില്ലല്ലോ. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഈ ശിക്ഷ ഞാൻ അങ്ങ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞ അല്ലാഹു രണ്ടാമതെന്നെ ശിക്ഷിക്കില്ലല്ലോ നബിയേ. എന്നെ നാളെ അല്ലാഹു പരലോകത്ത് ശിക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് എന്റെ ശിക്ഷ എനിക്ക് താ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മായിസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇന്നിവിടെ വെച്ച് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രണ്ടാമതെന്നെ അല്ലാഹു ശിക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് വിധിക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മനസ്സില്ല മനസ്സോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് എറിഞ്ഞുകൊല്ലാ പറയുകയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബത്ത് അവിടുന്ന് കല്ലെടുത്ത് എറിയുകയാണ്. ശരീരം പൊട്ടിയിട്ട് രക്തമൊലിക്കുമ്പോ മായിസ് ഓടുകയാ. ജീവനം കൊണ്ട് മായിസ് തങ്ങൾ ഓടുകയാണ്. പടച്ചവനെ, കുറച്ചു കഴിഞ്ഞു സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, എവിടെയെങ്കിലും പോയി തൗബ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് മിണ്ടാതെ ഇരിക്കുമ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രക്തം ഒലിപ്പിച്ചുകൊണ്ട് മായിസ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, മരണവപ്രാളത്തിൽ ഓടിയതാ നബിയേ. ശരീരം നൊന്തപ്പ ഓടിപ്പോയതാ നബിയേ. അതുകൊണ്ട് ഒരു കുടിയെടുത്തിട്ട് ആ കുടിക്കകത്ത് എന്നെ ഇറക്കി നിർത്തികെട്ടി എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാ പറ്റൂലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വീണ്ടും അവിടുന്ന് എറിഞ്ഞുകൊല്ലാ പറയുകയാണ്. മായിസ് തങ്ങളെ എറിഞ്ഞുകൊല്ലുകയാണ്. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നബി തങ്ങളും സ്വഹാബത്തും നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ ആ സ്വഹാബികളിൽ ചിലര് പറഞ്ഞു, ഇത് വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറ.
ഒരു മോശമായ ഒരാളെ പറയുന്നത് പോലെ പറയുന്നത് കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ അറിയാത്തത് നിങ്ങൾ പറയരുത്. ഈ ലോകത്തുള്ള ആരുടെ തൗബ മായിസിന്റെ തൗബയോളം വലിപ്പമുള്ളതല്ല. ഇനി ഈ ലോകത്തുള്ള ഒരു മനുഷ്യന്റെ തൗബയും എന്റെ മായിസിന്റെ തൗബയോളമാകില്ല. മായിസ് സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ മായിസ് സ്വർഗത്തിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മായിസിന്റെ തൗബയോളം ഇനി ഒരാളുടെയും തൗബ ആകൂല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതൊരു പ്രതിയുണ്ട്. ഒരു പെണ്ണ് നബിതങ്ങളുടെ മുമ്പിൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മായിസിന്റെ കുഞ്ഞാണ്. ഇത് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാ. എന്നെയും ശുദ്ധീകരിക്കണം. നബിതങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയാണ്, നീ പോയി പ്രസവിച്ചിട്ട് വാ. കാരണം 9.5 മാസക്കാലം ഗർഭം വന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തൻ്റെ കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ഏത് ഉമ്മയുടെയും മനസ്സു മാറും. അപ്പൊ പിന്നെ ജീവിക്കാനുള്ള കൊതിയുണ്ടാകും. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വരാൻ. ഈ പെണ്ണു പോയി. പ്രസവം കഴിഞ്ഞു. ചോര കുഞ്ഞുമായിട്ട് നബിതങ്ങളുടെ മുമ്പിൽ വന്നു. പ്രസവം കഴിഞ്ഞു നബിയെ, ഇനി എനിക്ക് ശുദ്ധീകരിക്ക്, എനിക്കുള്ള ശിക്ഷത. നബിതങ്ങൾ പറഞ്ഞു, പാല് കൊടുക്കണം, കുഞ്ഞിന് പാല് കൊടുക്കണം. കുഞ്ഞെന്തെങ്കിലും കഴിക്കാറാകുമ്പവ പിന്നെയും പറഞ്ഞു വിട്ടു. കാരണം എന്തേ? ആ കുഞ്ഞിന്റെ കളിയും ചിരിയും ഒക്കെ കണ്ട ജീവിക്കാനുള്ള കൊതിയുണ്ടാകും. പക്ഷേ ആ പെണ്ണിന്റെ മനസ്സു മാറിയില്ല. തൻ്റെ കുഞ്ഞുമായി ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. കണ്ടോ നബിയെ, കഴിക്കാൻ തുടങ്ങി നബിയെ, ഇനി എന്നെ ശുദ്ധീകരിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് തൗബ. ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ ദുനിയാവിൽ വെച്ച് തൗബ ചെയ്താൽ, ഒരു തെറ്റിവിടെ വെച്ച് തന്നെ കഴുകിക്കളഞ്ഞാൽ, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളോട് അള്ളാഹു കരുണ കാണിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.